ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഇളവുകൾ വരുത്തി ഉത്തരവായി. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ള കേന്ദ്രത്തിൽ ദിവസം 40 ടെസ്റ്റുകൾ നടത്തും. 2 ഉദ്യോഗസ്ഥരുള്ളടുത്ത് 80 ടെസ്റ്റുകൾ. ടെസ്റ്റിന് ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ കാലാവധി 18 വർഷമായി ഉയർത്തി. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇളവുകൾ ചേർത്ത പുതിയ ഉത്തരവിറക്കിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ ഉണ്ടായത്. ഇതിന്റെ ഫലമായി തന്നെ പുതുക്കി മറ്റൊരു സർക്കുലർ കൂടി ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗതാഗത കമ്മീഷണർ പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ മോട്ടോർ വാഹന സ്കൂൾ ഉടമകളുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി അതോടൊപ്പം തന്നെ സർവീസ് സംഘടനകളുമായൊക്കെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ആ തീരുമാനത്തിന് പുറമെയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഈ സർക്കുലർ പ്രകാരം നാളെ മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനാണ് തീരുമാനം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ളിടത്ത് 40 ടെസ്റ്റുകളും 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ളിടത്ത് 80 ടെസ്റ്റുകളും നടത്താനുള്ളൊരു തരത്തിലുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിക്കാനും ആ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരാനുമുള്ള സൗകര്യങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തണം. അതോടൊപ്പം തന്നെ 18 വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത് മാറ്റാനുള്ള കാലപരിധി നേരത്തെ 6 മാസമായിരുന്നു. പക്ഷേ അത് ഉപയോഗിക്കാനുമുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ പരിഷ്കരിച്ച ഈ ടെസ്റ്റുകൾ ഇന്ന് ഇറക്കിയ ഉത്തരവ് പ്രകാരം നാളെ മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാമെന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിന്റെ കാര്യത്തിൽ റോഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഗ്രൗണ്ട് ടെസ്റ്റ് നടത്താം. ഈ ഒരു വിഷയത്തിലൊക്കെ ആയിരുന്നു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടും പരിശീലനം ബഹിഷ്കരിച്ചുകൊണ്ടും മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. റോഡ് ടെസ്റ്റിന് ശേഷം ഗ്രൗണ്ട് ടെസ്റ്റ് നടത്താം. അതോടൊപ്പം തന്നെ ഈ ഇരട്ട ക്ലച്ച് ബ്രേക്കുമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നുമാണ് ഇപ്പോൾ നിലവിൽ പരിഷ്കരിച്ച ഉത്തരവിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ടെസ്റ്റിൽ നടത്തേണ്ട വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കണമോ എന്നൊരു കാര്യം, അത് വലിയൊരു വിഷയമായിരുന്നു. കാരണം പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരം ഈ ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിന് മുന്നിലായി അല്ലെങ്കിൽ വാഹനത്തിനകത്തായി ക്യാമറ സ്ഥാപിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ 2 ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ വാഹനത്തിനുള്ളിൽ കാണണമെന്നായിരുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്ന സമയത്ത് ഗതാഗത മന്ത്രി മുന്നോട്ട് വെച്ച ഒരു ഉത്തരവിൽ മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിനായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. അത്തരത്തിൽ വാഹനത്തിനകത്ത് ക്യാമറ വെക്കണമോ എന്ന് മോട്ടോർ വാഹന വകുപ്പിന് തീരുമാനിക്കാമെന്നും ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സംഘടനകളുമായിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ കൂടുതൽ ഇളവുകൾ വരുത്തിയതും ഈ ഇളവുകളാണ് ഇപ്പോൾ സർക്കുലറായി പ്രാബല്യത്തിൽ വന്നതും. എന്തായാലും നാളെ മുതൽ സംസ്ഥാനത്ത് ഈ പരിഷ്കരിച്ച സർക്കുലർ പ്രകാരമുള്ള രീതിയിലായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക. ദേവിക, ടിൻഡു, ഈ ഇളവുകളെല്ലാം തന്നെ ഈ കടുത്ത പ്രതിഷേധങ്ങൾക്ക് ചെറിയൊരു ശമനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി രംഗത്തെത്തിയത് CIT ഉൾപ്പെടെയുള്ള ഇടത് തൊഴിലാളി സംഘടനകളായിരുന്നു. പക്ഷേ ഒരു പകുതി ഘട്ടം എത്തിയപ്പോഴേക്കും അവർ ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് മറ്റു സംഘടനകൾ അതോടൊപ്പം തന്നെ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ വലിയ രീതിയിൽ സമ്മിശ്രമായിട്ടൊരു വലിയ സമരസമിതി രൂപീകരിക്കുകയും സംയുക്ത സമരസമിതിയായി പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തത്. അതിൽ പുറമെയാണ് മന്ത്രിയുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ ഒരുപക്ഷെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു ചെറിയ അളവിലെങ്കിലും ശമനം ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ മുന്നോട്ട് വെച്ച പല ആശയങ്ങളിലും പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും പകുതിയെങ്കിലും ഒരുപക്ഷെ ഗതാഗത വകുപ്പ് ചർച്ചയിലൂടെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി പറയുന്നത് ഈ 18 വർഷം
ആദ്യം പറഞ്ഞത് 15 വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്നായിരുന്നു. പിന്നീട് നടത്തിയ ചർച്ചയിലാണ് അത് 18 വർഷമായി ഉയർത്തിയത്. അതിന് പിന്നീട് ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനം, അതായത് ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. റോഡ് ടെസ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിലവിലിപ്പോൾ റോഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയാൽ മതിയാവും. ഇനി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പ് എന്ന് പറയുന്നത് ഈ സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതും സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിന് വരുന്നതും സ്വയം രീതിയിൽ തന്നെ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് സ്വന്തം ഇഷ്ടത്തിൽ വാങ്ങുന്നത് പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യത കാണുന്നതായാലും വലിയ ഒരു 50% ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നാളെ മുതൽ ഈ സംസ്ഥാനത്ത് പുതിയ പരിഷ്കരിച്ച സർക്കുലർ പ്രകാരമുള്ള ടെസ്റ്റുകൾ നടക്കും. ദേവിക. ശരി, സമഗ്രമായ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ടിൻഡു ദാസ്.